ഗൈസ്, അപ്പം ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ടേൺ ടേബിളിലും കേക്ക് ബോർഡിലും ഒന്നും അധികം മെസ്സാവാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത് ആ സെയിം ടിൻ എടുക്കുക. ഇനി അതിലേക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറിലും കാരമൽ സോസും പ്രലൈനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ അതെല്ലാം ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കേക്കിൻ്റെ ലെയേഴ്സ് എല്ലാം ഒരേ ലെവലിൽ കിട്ടുന്നതായിരിക്കും. ഇന്നൊരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതിനി എങ്ങനെ ഇതിൽ നിന്നും പുറത്തെടുക്കുന്നതെന്ന്. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ടിന്നിൽ ഏറ്റവും ആദ്യം വെച്ചിരുന്ന ലെയറാണ് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലത്തെ ലെയറായിട്ട് വരുന്നത്. ഈ രീതിയിലാണ് ഇതിൽ നിന്ന് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.